ഹായ് മക്കളെ, ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ESR EPR പറ്റിയായിരുന്നു കഴിഞ്ഞ കുറേ സെഷൻസിലായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സെഷനിൽ നമ്മൾ മോസബിയർ സ്പെക്ട്രോസ്കോപ്പിയെ പറ്റി നോക്കിക്കാണും. പക്ഷേ അതിനു മുൻപായിട്ട് നമുക്ക് ജി വാല്യൂവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നൗ വാട്ട് ഈസ് ആക്ച്വലി ജി വാല്യൂ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഇറ്റ് ഈസ് കോൾഡ് ലാൻഡെ സ്പ്ലിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ലാൻഡെ സ്പ്ലിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ലാൻഡെ സ്പ്ലിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ആദ്യത്തെ കാര്യം, എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് ആക്ച്വലി ജി വാല്യൂ ഇൻഡിക്കേറ്റ്? ആൻഡ് വി കുഡ് സേ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി പൊസിഷൻ ഓഫ് പീക്ക് ഇൻ ESR സ്പെക്ട്ര. നമ്മൾ പറയത്തില്ലടാ NMRൻ്റെ പൊസിഷൻ എങ്ങനെ നമ്മൾ പറയുക? യെസ്, ഡെൽറ്റ വെച്ചിട്ടാണ് നമ്മൾ പറയുക, കെമിക്കൽ ഷിഫ്റ്റ് അല്ലേ? അതേപോലെ ഇവിടെ എന്താണ് ഈ പൊസിഷൻ ഓഫ് പീക്ക് ESR സ്പെക്ട്രയിൽ എന്ത് വെച്ചിട്ടാണ്? യെസ്, ജി വെച്ചിട്ടാണ് നമ്മൾ പറയുക. ലെറ്റ്സ് സേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ NMR സ്പെക്ട്ര അല്ലേ? അപ്പോൾ പൊസിഷൻ ഓഫ് പീക്ക് കണ്ടോ എന്താണ്? യെസ്, നമ്മുടെ ഡെൽറ്റ വെച്ചിട്ടാണ്, ഡെൽറ്റയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെയാകുമ്പോൾ എന്താണ്? യെസ്, ESRൽ വരുമ്പോൾ ദിസ് ഇസ് വാട്ട്, സോറി ഫോർ ദിസ്, ESRൽ വരുമ്പോൾ ഓക്കെ, ഇതെന്താണ്? ജി വാല്യൂ ആണ് ആക്ച്വലി പൊസിഷൻ ഓഫ് പീക്ക് ഇൻ ESR റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ആൻഡ് ജി വാല്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ജി വാല്യൂ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ജി മ്യൂ ബി B0 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വാട്ട് വാസ് B0? അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് വാട്ട് ഈസ് മ്യൂ ബി? ബോർ മാഗ്നറ്റോൺ അല്ലേ? ബോർ മാഗ്നറ്റോൺ. വാല്യൂസ് ഒക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, 9.274 ഇൻറ്റു 10⁻⁻24 യൂണിറ്റ് ഇമ്പോർട്ടൻറ്റ് ജൂൾ പെർ ടെസ്ല. ഓക്കെ, ആൻഡ് ജി എങ്ങനെ കണ്ടുപിടിക്കും? ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, എച്ച് ന്യൂ ബൈ മ്യൂ B0 എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ജീന് യൂണിറ്റ് ലെസ് ആയിരിക്കും കേട്ടോ. ജി ഇസ് ആക്ച്വലി യൂണിറ്റ് ലെസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ? എന്താണ്? ഫോർ ഫ്രീ ഇലക്ട്രോൺസ് ജീൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എന്തായിരുന്നു? 2 ആയിരുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത്രയും ഓക്കെ ആണല്ലോ ജി വാല്യൂവിനെ പറ്റി ഒരു ബേസിക് ഐഡിയ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ ഓഫ് പീക്ക് ഇൻ ESR സ്പെക്ട്ര, ഇവിടെ കാണിച്ചിരിക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഇതിൻ്റെ വാല്യൂ കാൽക്കുലേഷൻ. ഫ്രീ ഇലക്ട്രോൺ എത്രയാണ്? 2 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നോക്കിക്കോളെ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ജി വാല്യൂ ആണ്. നോക്കിക്കോളൂ, ഈ ജി വാല്യൂവിനെ നമ്മൾ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺ എന്താണ്? 2 ആണ്. പക്ഷേ എന്ത് ചെയ്യും? വാരി ചെയ്തുകൊണ്ടിരിക്കും, ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആദ്യത്തത് എന്ന് പറയുമ്പോൾ ജി വാല്യൂവിനെ ആദ്യത്തെ ഫാക്ടർ എഫക്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. What is it? Electron density. As electron density increases, G value increases. Electron density increases, എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ജി വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ജി വാല്യൂ ഇൻക്രീസസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഫാക്ടർ. ഇപ്പം ഞാൻ പറയുകയാണ്, ഓക്കെ, ലെറ്റ്സ് സേ ഇങ്ങനെ പറയുകയാണ്, XYZ ഡയറക്ഷൻ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നോക്കിക്കോളൂ, ഒരു XYZ. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുകയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ കൂടുതലാണ്, ദെൻ വൈ, ദെൻ സെറ്റ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജി വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? GX, GY, GZ എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? യെസ്, സോറി ഫോർ ദിസ്, നമുക്കിങ്ങനെ ഓക്കെ, ജി വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യെസ്, ജി വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പം ഞാൻ പറയുകയാണ് നേരത്തെ പോലെ തന്നെ നമ്മൾ XYZ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ദിസ് ഇസ് യുവർ Z, Y ആൻഡ് വാട്ട്? X എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഇൻ ജനറൽ നമ്മൾ പറയും, ജനറലായിട്ട് നമ്മൾ പറയും മാഗ്നറ്റിക് ഫീൽഡ് ലെറ്റ്സ് സേ നമ്മൾ പറയുകയാണ് Z ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കും എന്താണ്? സിംപ്ലി GZ എന്ന് വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മൾ വിളിക്കും G പാരലൽ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും GX ഉം GY നമ്മൾ എന്ത് വിളിക്കും? G
പെർപെൻഡിക്കുലർ എന്ന് നമ്മൾ വിളിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മേ ബി ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക, അതുകൊണ്ട് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ജി വാല്യൂ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഇനി അതേപോലെ ജി വാല്യൂ ഡിപ്പെൻസ് ഓൺ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ സെഡ് ഡയറക്ഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ജി പാരലൽ എന്ന് വിളിക്കും. സ്വാഭാവികമായിട്ടും ജി എക്സും ജി വൈയും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻ ESR. അപ്പോൾ സിമ്പിൾ ആണെടാ. ഐസോട്രോപ്പിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, ദ ജി വാല്യൂസ് ആക്ച്വലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡയറക്ഷൻ. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, നമുക്ക് 3 ജി വാല്യൂസ് ഉണ്ട് അല്ലേ? ജി എക്സ്, ജി വൈ, ജി സെഡ്. അപ്പോൾ നമ്മൾ പറയും വെൻ ദ ജി വാല്യൂസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, ഐസോട്രോപ്പിക് എഫക്റ്റ് ആണെന്ന് പറയും. അതായത് ജി എക്സ് ഇസ് ഈക്വൽ ടു ജി വൈ ഇസ് ഈക്വൽ ടു ജി സെറ്റ്. അപ്പോൾ എല്ലാം ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വൺ സെറ്റ് ഓഫ് ലൈൻ ആണ് നമുക്ക് കിട്ടുക, അല്ലേ? വിച്ച് ഇസ് വെരി കോമൺ സെൻസ്. ഇനി ഇവിടെ നോക്കിക്കോളെ, ഇത് എവിടെയൊക്കെയാണ് ഒക്കർ ചെയ്യുന്നത്? ഒക്കേഴ്സ് ഇൻ സൊല്യൂഷൻ ഫേസിലായിരിക്കും. പിന്നെ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ. ഗ്യാസ് ഫേസ്, അതേപോലെ ആൻഡ് what non-crystalline solids. Okay, yes. And ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. when complex is what? Okay, ഇതും കൂടെ ഒന്ന് ആലോചിക്കുക. when complex is perfectly octahedral, okay, perfectly octahedral, tetrahedral and what? cubic. ഇങ്ങനെയാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഐസോട്രോപ്പിക് എഫക്റ്റ് ഇവിടെ ഷോ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ജി എക്സ് ഇസ് ഈക്വൽ ടു ജി വൈ ഇസ് ഈക്വൽ ടു ജി സെറ്റ് എന്തായിരിക്കണം? വൺ സെറ്റ് ഓഫ് ലൈൻ. ഓക്കെ, ഇത് എല്ലാ ഈക്വൽ ആണെങ്കിലും സ്വാഭാവികമായിട്ടും വൺ സെറ്റ് ഓഫ് ലൈൻ ആയിരിക്കും. ആൻഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോട്ട്? ഡയറക്ഷൻ. ആൻഡ് ഒക്കേഴ്സ് ഇൻ വോട്ട്? സൊല്യൂഷൻ ഫേസ്, ഗ്യാസിയസ് ഫേസ് ആൻഡ് നോൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളുണ്ടാവും. ഇനി അനൈസോട്രോപ്പിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഡിപ്പെൻസ് ഓൺ ആക്ച്വലി ദ ഡയറക്ഷൻസ്. അതായത് അനൈസോട്രോപ്പിക് എഫക്റ്റിനെ 1-2 പറയണം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഈക്വൽ ടു ജി എക്സ് ഇസ് ഈക്വൽ ടു ജി വൈ നോട്ട് ഈക്വൽ ടു ജി സെറ്റ്. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ജി പെർപെൻഡിക്കുലർ ഇസ് നോട്ട് ഈക്വൽ ടു വോട്ട്? ജി പാരലൽ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇത് ഒക്കർ ചെയ്യുന്ന സിസ്റ്റംസ് നമുക്കറിയണം. ഒക്കേഴ്സ് ഇൻ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ജോൺ-ടെല്ലാർഡ് ഡിസ്റ്റോർഷൻ. അതേപോലെ സ്ക്വയർ പിരമിഡൽ, ഓക്കെ, ആൻഡ് സ്ക്വയർ പ്ലാനർ. ഇത്രയും കാര്യങ്ങളിലാണ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? യെസ്, ജി പെർപെൻഡിക്കുലർ നോട്ട് ഈക്വൽ ടു ജി പാരലൽ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുക. ആൻഡ് നമുക്ക് ഈ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ, നമ്മുടെ ജോൺ-ടെല്ലാർഡ് ഡിസ്റ്റോർഷൻ ഓർമ്മയുണ്ടോ? ഓക്കെ, കോർഡിനേഷനിൽ പഠിച്ച സെറ്റ് ഔട്ടും സെറ്റിനും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണം. ആൻഡ് ഇവിടെ എത്ര ലൈൻസ് ഉണ്ടാവും? ഇവിടെ 2 സെറ്റ് ഓഫ് ലൈൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി രണ്ടാമത്തത് അനൈസോട്രോപ്പിക്കിൽ എങ്ങനെ വരും? യെസ്, ജി എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു ജി വൈ നോട്ട് ഈക്വൽ ടു ജി സെഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വരും. അപ്പോൾ ഇവിടെ എത്ര ലൈൻസ് ഉണ്ടാവും? ഓഫ് കോഴ്സ് ഇവിടെ 3 സെറ്റ് ഓഫ് ലൈൻസ് ഉണ്ടാകും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഷോൺ ഇൻ അല്ലെങ്കിൽ ഒക്കേഴ്സ് ഇൻ ഓർത്തോറോംബിക് അല്ലെങ്കിൽ റോംബോഹെഡ്രൽ. ഓർത്തോറോംബിക് ആൻഡ് റോംബോഹെഡ്രൽ. ഇനി ഇവിടെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആണ്. ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ, ഇവിടെ നമ്മൾ ജോൺ-ടെല്ലാർഡ് ഡിസ്റ്റോർഷനെ പറ്റിയാണ് മക്കളെ പറയുന്നത്. ഓർമ്മയുണ്ടോ? ടെട്രഗണൽ ഇലോങ്ങേഷൻ, സെഡ് ഔട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ടെട്രഗണൽ ഇലോങ്ങേഷൻ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സെഡ് ഔട്ട്. ഓക്കെ, അല്ലെങ്കിൽ ടെട്രഗണൽ കംപ്രഷൻ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സെഡ് ഇൻ എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഇതാ സിമ്പിളായിട്ട് ഒരു കോംപ്ലക്സ് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ML6 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കുക. L4 എന്നൊക്കെയായിരുന്നു അല്ലേ? യെസ്, ദിസ് ഇസ് ടെട്രഗണൽ ഇലോങ്ങേഷൻ. ഇനി കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ML4 ഇവിടെ എന്തായിരിക്കും? യെസ്, കംപ്രഷൻ ആയിരിക്കും.
ആൻഡ് ഇവരുടെ ഇലക്ട്രോണിക് ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ടെട്രാഗണൽ ഇലോങ്ങേഷൻ സെഡ് ഔട്ടിൽ എങ്ങനെയാണ് ഈ ജി വാല്യൂസ് ഒക്കെ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സെഡ് ഔട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും T2G EG അല്ലേ, ഇങ്ങനെയായിരുന്നു T2G EG എന്ന് പറഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരുന്നു. ഇതെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സെഡ് ആക്സിസിൽ എന്താണ്? ഇലോങ്ങേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. സോ ഇവരെന്തായിരിക്കും? കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. എന്തായിരിക്കും? DXZ DYZ ഇങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ. പിന്നെ എന്തായിരിക്കും? ഇവിടെ DXY വരും. ആൻഡ് ഹിയർ വി ഹാവ് വോട്ട് DZ സ്ക്വയർ. ഓക്കെ, ആൻഡ് ഹിയർ വി ഹാവ് വോട്ട് DX സ്ക്വയർ മൈനസ് Y സ്ക്വയർ. ഓക്കെ, അപ്പോൾ സെഡ് ഔട്ടിന് ടെട്രഗണൽ ഇലോങ്ങേഷന് ഒരു എക്സാമ്പിൾ CU2+ അല്ലേ. CU2+ D9 കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ D9 ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതാ 2 4 6 8 ആൻഡ് വോട്ട് 1 9. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇതാ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത് ഈ DZ സ്ക്വയറിലാണ് അല്ലേ, കമ്പയർ ടു നമ്മളുടെ DX സ്ക്വയർ മൈനസ് Y സ്ക്വയറിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം അല്ലേ, ജി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ജി വാല്യൂ ഇസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു യുവർ ഇലക്ട്രോൺ ഡെൻസിറ്റി. ഇലക്ട്രോൺ ഡെൻസിറ്റി അപ്പോൾ എന്തായിരിക്കും ഇവിടെ? യെസ്, നമ്മുടെ GZ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ആരെക്കാളും? GXനേക്കാളും അല്ലെങ്കിൽ GYനേക്കാളും, അല്ലെങ്കിൽ നമ്മൾ പറയും G പാരലൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, വിൽ ബി ഗ്രേറ്റർ ദാൻ വോട്ട് G പെർപെൻഡിക്കുലർ. അതെന്തായിരിക്കും? ഫ്രീ ഇലക്ട്രോണിനേക്കാളും കൂടുതലായിരിക്കും. ദിസ് ഇസ് ഫ്രീ ഇലക്ട്രോൺ. ഓക്കെ, യെസ്, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ദിസ് ഇസ് യുവർ ടെട്രാഗണൽ ഇലോങ്ങേഷൻ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് കാണാം. പക്ഷേ അതിന് മുൻപായിട്ട് കംപ്രഷനും കൂടെ എല്ലാം നമുക്കങ്ങ് പറഞ്ഞു തീർക്കാം. Z ഇൻ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ T2G വരയ്ക്കുന്നു, EG വരയ്ക്കുന്നു, ആൻഡ് വി ഹാവ് വോട്ട് ഇവിടെ DXY ആൻഡ് വി ഹാവ് വോട്ട് DXZ ആൻഡ് DYZ. ദിസ് ഇസ് യുവർ DXZ ആൻഡ് DYZ. ആൻഡ് ഇങ്ങനെയാണെങ്കിലോ ഇതാ ഇവിടെ എന്തുണ്ടാവും? യെസ്, DX സ്ക്വയർ മൈനസ് Y സ്ക്വയറും അതേപോലെ തന്നെ DZ സ്ക്വയറും ഉണ്ടാവും. ആൻഡ് നമ്മളുടെ യൂഷ്വൽ ഇലക്ട്രോണിക് ഫില്ലിംഗ് നമ്മൾ നോക്കുക 2 4 6 8 ആൻഡ് ദെൻ വോട്ട് 9. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണ് കൂടുതലുള്ളത്? യെസ്, നമ്മുടെ DX സ്ക്വയർ മൈനസ് Y സ്ക്വയറിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഓക്കെ, ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ലെസ് ഇൻ വോട്ട്? ഈസ് ലെസ് ഇൻ Z ഡയറക്ഷൻ. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? G പെർപെൻഡിക്കുലർ ഇസ് ആക്ച്വലി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ G പാരലൽ നമുക്ക് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കും? ഫ്രീ ഇലക്ട്രോണിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ സ്ക്വയർ പ്ലാനാർ എങ്ങനെയായിരുന്നു സ്പ്ലിറ്റ് ചെയ്യുന്നത്? അഗെയിൻ T2Gയും EGയും ആയിട്ടല്ലേ. T2G EG ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സ്ക്വയർ പ്ലാനാർ ആകുമ്പോൾ ഇങ്ങനെയായിരുന്നു അല്ലേ. DXZ DYZ ആൻഡ് വി ഹാവ് ഹിയർ ഓവർ DZ സ്ക്വയർ. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരുമായിരുന്നു? DXY. ഇതൊക്കെ ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ആൻഡ് വി ഹാവ് DX സ്ക്വയർ മൈനസ് Y സ്ക്വയർ as well. അപ്പോൾ ഇതാണ് നിങ്ങളുടെ T2G, ഇതാണ് നിങ്ങളുടെ EG. ആൻഡ് 2 4 6 ആൻഡ് വോട്ട് 8 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് നമ്മുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏത് ഡയറക്ഷനിലായിരിക്കും കൂടുതൽ? യെസ്, Z ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ എഴുതും GZ ഓക്കെ ഗ്രേറ്റർ ദാൻ വോട്ട് GX is equal to GY എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ we would write what? G parallel is greater than what? Yes, നമ്മുടെ G perpendicular. G parallel is greater than what? G perpendicular. ഇവിടെയും അതേപോലെയാണ് കേട്ടോ. യെസ്, ഇവിടെ എന്തായിരിക്കും? GX is equal to GY which is greater than what? GZ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ടെട്രാഗണൽ കംപ്രഷൻ, ഇലോങ്ങേഷൻ, അതേപോലെ സ്ക്വയർ പ്ലാനാർ. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയേ നിങ്ങൾ. ഫോർ എൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് CU2+, ഇത് തന്നെയാണ് നിങ്ങളോട് ചോദിക്കുക കേട്ടോ. D9 സിസ്റ്റം ഡെപ്പിക്റ്റിംഗ് EPR സ്പെക്ട്രം. EPR സ്പെക്ട്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത് G പാരലൽ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്? G പെർപെൻഡിക്കുലർ. അതായത് നമ്മുടെ GZ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്? GX ഈസ് ഈക്വൽ ടു GY.
The geometry of Cu2 plus and the orbital containing the unpaired electron are respectively എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ജി പാരലൽ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് ജി പെർപെൻഡിക്കുലർ. ആ കേസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതാ ജി പാരലൽ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് ജി പെർപെൻഡിക്കുലർ. അതായത് സെഡ് ഡയറക്ഷനിൽ എന്താണ് നമ്മുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ആൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സിസ്റ്റമാണ്? ടെട്രഗണൽ ഇലോങ്ങേഷൻ ആണ്. അതായിരുന്നു ഒരു ചോദ്യം, ടെട്രഗണൽ ഇലോങ്ങേഷൻ. രണ്ടാമത്തത് ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? dx² - y². ശ്രദ്ധിക്കണം, കുറച്ച് മനസ്സിലായിട്ടുണ്ടോ? ഫോർ എൻ എക്ടാഹെഡ്രൽ കോംപ്ലക്സ് Cu2+ കണ്ടെയ്നിങ് EPR സ്പെക്ട്രം, ഇവിടെ എന്താണ്? ജി പാരലൽ ഈസ് ജി ഗ്രേറ്റർ ദാൻ വോട്ട് ജി പെർപെൻഡിക്കുലർ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ടെട്രഗണൽ കംപ്രഷൻ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ, എന്താണ്? ഇലോങ്ങേഷൻ ആണ്. ആൻഡ് ദി ഓർബിറ്റൽ കണ്ടെയ്നിങ് അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ എവിടെയാണ്? നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ്? dx² - y². അപ്പോൾ ഡയറക്റ്റ് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെട്രഗണലി ഇലോങ്ങേറ്റഡ് ആൻഡ് വോട്ട് യെസ് dx² - y² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 2019 CSIR ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ EPR സ്പെക്ട്രം ഓഫ് വനേഡിയത്തിൻ്റെ കോംപ്ലക്സ് അല്ലേ, VOACAC ട്വൈസ്. അപ്പോൾ സിംപ്ലി ഞാനിത് വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെയാണ് അല്ലേ, ACAC അസറ്റൈൽ അസറ്റോണേറ്റോ ഇങ്ങനെ വരും അല്ലേ, ACAC ഇങ്ങനെ വരും. ആൻഡ് ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ പിരമിഡലാണ്. സ്ക്വയർ പിരമിഡൽ ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ജോമെട്രി അറ്റ് സ്ക്വയർ പിരമിഡൽ ജോമെട്രി. ഓക്കെ, ഓഫ് കോഴ്സ് ഇവർ തന്നിട്ടുണ്ട് അല്ലേ, അറ്റ് 77 കെൽവിൻ. ആൻഡ് ഐ ന്യൂക്ലിയർ സ്പിന്നിൻ്റെ വാല്യൂ എത്രയാണ്? I is equal to what? 7/2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഐയുടെ വാല്യൂ എത്രയാണ്? 7/2. ആൻഡ് ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഇറ്റ് ഹാസ് 2 G വാല്യൂസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആണോ? GX അനൈസോട്രോപ്പിക് എഫക്റ്റിൽ GX is equal to GY not equal to GZ. അവിടെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? യെസ്, നമ്മുടെ സ്ക്വയർ പിരമിഡൽ. അപ്പോൾ എന്താണ്? 2 ലൈൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. യെസ്, സോ ആ ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. ഇറ്റ് ഹാസ് 2 G വാല്യൂസ്. ഇറ്റ് ഹാസ് 2 G വാല്യൂസ്, കറക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് 8 ലൈൻസ് ഓൺലി. ഇറ്റ് ഹാസ് 1 G വാല്യൂ, അത് തെറ്റാണ്. ഇനി ഇറ്റ് ഹാസ് 2 പാറ്റേൺസ് ഓഫ് 8 ലൈൻസ് ഈച്ച്. ഓക്കെ, കാരണം 2 പാറ്റേൺ ഉണ്ട്. ആൻഡ് ലൈൻസ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? 2ni + 1 2ni + 1. അപ്പോൾ എന്തായിരിക്കും? 2 × 1 വനേഡിയം 1 ആണ് അല്ലേ. ഓക്കെ, ദെൻ 7/2 + 1 എന്ത് വരും? യെസ്, 8 ലൈൻസ് വരും. സോ വിൽ ഹാവ് ദിസ് കറക്റ്റ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? എയും ഡിയും എന്താണ്? കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെയും നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ, EPR സ്പെക്ട്രം ടെട്രഗണൽ Cu2 കോംപ്ലക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജി പാരലൽ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് ജി പെർപെൻഡിക്കുലർ GE എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി അൺപെയ്ഡ് ഇലക്ട്രോൺ റിസൈഡ്സ് ഇൻ ദി ഓർബിറ്റൽ. ഇനി ജി പാരലലിൻ്റെ കേസ് ഏതായിരുന്നു? നമ്മൾ നേരത്തെ കണ്ട അതേ കാര്യമാണ് അല്ലേ. ജി പാരലൽ ഈസ് ഗ്രേറ്റർ ദാൻ ജി പെർപെൻഡിക്കുലർ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലാണ്? യെസ്, ടെട്രഗണൽ ഇലോങ്ങേഷൻ dx² - y². അപ്പോൾ ആ ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് പറയാൻ പറ്റും. സോ ഏതാണ്? അൺപെയ്ഡ് ഇലക്ട്രോൺ റിസൈഡ്സ് എവിടെയാണ്? dx² - y². ഇനി നേരെ നിങ്ങളോട് ഇങ്ങനെയും ചോദിക്കാം, ജി പെർപെൻഡിക്കുലർ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് ജി പാരലൽ. ഇതേപോലെയാണെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ എവിടെയായിരിക്കും? യെസ്, നമുക്ക് പറയാം dz²-ലായിരിക്കും. ടെട്രഗണൽ കംപ്രഷൻ. ക്ലിയർ? അപ്പോൾ ഈ Cu2+ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും അവരെന്ത് ചെയ്യുന്നത്? ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ജി വാല്യൂസിനെയും കമ്പയർ ചെയ്തുകൊണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, നമ്മുടെ ഇതൊക്കെ എന്താണ്? HSSTയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. HSST 2023 നടന്ന എക്സാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ EPRുമായി റിലേറ്റഡ് ആയിരുന്നു. ദ സെലക്ഷൻ റൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് വെരി സിമ്പിൾ. നിങ്ങൾക്കൊക്കെ അറിയാം എന്തായിരിക്കും? യെസ്, ΔMS എന്തായിരിക്കും? യെസ്, +or-1 ആയിരിക്കും. ആൻഡ് ΔMI എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂക്ലിയൈ ലിസ്റ്റഡ് ബിലോ ഷൂസ് മോർ സ്പ്ലിറ്റിംഗ് ഇൻ ESR എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2ni + 1 എന്നുള്ളതാണ്. അപ്പോൾ ആർക്കാണോ I വാല്യൂ കൂടുതൽ അവർക്കായിരിക്കും എന്തായിരിക്കും? മോർ ലൈൻസ് അല്ലേ, വിച്ച് മോർ സ്പ്ലിറ്റിംഗ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയേണിൻ്റെത് നമ്മളിപ്പോൾ പഠിക്കും, മോസബയറിൽ നമ്മൾ പഠിക്കും, വിച്ച് ഇസ് 1/2. ഹൈഡ്രജൻ്റെ എത്രയാണ്? യെസ്, ഹൈഡ്രജൻ്റെത് 1/2 ആണ്. മാംഗനീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് 5/2 ആണ്. ഓക്കെ,
മാംഗനീസ് 55 ആൻഡ് നൈട്രജൻ 14 എത്രയാണ് 1 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ട് നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നുണ്ടാകുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ESR EPR നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? യെസ്, നമ്മുടെ മോസബെയർ സ്പെക്ട്രോസ്കോപ്പി. ആൻഡ് ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, സോറി ഫോർ ദിസ്, യൂസ്ഡ് ഇസ് ആക്ച്വലി എന്താണ്? ഗാമ റേഡിയേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഗാമ റേ സ്പെക്ട്രോസ്കോപ്പി എന്നും കൂടെ നമ്മൾ വിളിക്കും. ഗാമ റേ സ്പെക്ട്രോസ്കോപ്പി, ഗാമ റേ സ്പെക്ട്രോസ്കോപ്പി. ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ന്യൂക്ലിയൈ മോസബെയർ ആക്റ്റീവ് ആകണമെങ്കിൽ, മോസബെയർ ആക്റ്റീവ് ആകണമെങ്കിൽ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ ന്യൂക്ലിയർ സ്പിൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വോട്ട് 0. ആൻഡ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉള്ളതും എക്സൈറ്റഡ് സ്റ്റേറ്റും എന്തായിരിക്കണം? ഡിഫറൻ്റ് ആയിരിക്കണം ന്യൂക്ലിയർ സ്പിൻ. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ യൂസ് ചെയ്തത് എന്താണ്? ഗാമ റേഡിയേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ ഗാമ റേ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നു. മോസബെയർ ആക്റ്റീവ് ആകണമെങ്കിൽ ന്യൂക്ലിയർ സ്പിൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ആൻഡ് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെയും എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെയും ന്യൂക്ലിയർ സ്പിൻ എന്തായിരിക്കണം? ഡിഫറൻ്റ് ആയിരിക്കണം. ഇനി മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതെവിടെയാണ് പെർഫോം ചെയ്യുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ് മോസബെയർ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. നോട്ട് ഇൻ വോട്ട്, ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് ഫേസിലും ഇതെന്താണ്? അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഓക്കെ, ഇത് മേജർ ആയിട്ടുള്ള സ്റ്റഡീസ് നടന്നിരിക്കുന്നത് നമ്മുടെ അയേണിലും അതേപോലെ ടിന്നിലുമാണ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടു അല്ലേ, അയൺ 57ഉം ഇതെന്തായിരുന്നു? യെസ്, ടിൻ 119. ഓക്കെ, മേജർ സ്റ്റഡീസ് നടന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ, IG യും IE. ഓക്കെ, ഇവരുടെ രണ്ടുപേരുടെയും IG ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് IG എന്ന് പറയുന്നത് 1/2 ആണ്. ആൻഡ് IE എന്ന് പറയുന്നത് എന്താണ്? 3/2 ആണെന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ന്യൂക്ലിയർ സ്പിന്ന് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ, എക്സൈറ്റഡ് സ്റ്റേറ്റിലും ഗ്രൗണ്ട് സ്റ്റേറ്റിലും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? മോസബെയർ ആക്റ്റീവ് ആയിരിക്കും. ആരൊക്കെയാണ് നമ്മൾ പറയുന്നത്? യെസ്, അയേണും അതേപോലെ ടിന്നുണ്ടായും. ഓക്കെ, എന്നിട്ട് നോക്കൂ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എന്ത് വേണം? യെസ്, നമുക്ക് ഗാമ റേഡിയേഷൻ ആവശ്യമാണ്. അപ്പോൾ അതാണ് നമുക്കിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോഴ്സിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോഴ്സ് ഓഫ് മോസബെയർ സ്പെക്ട്രോസ്കോപ്പി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എടുക്കുന്നത് കൊബാൾട്ടാണ് 57. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ ക്യാപ്ചർ നടത്തുന്നു. ഓക്കെ, ഈ പ്രോസസ്സൊക്കെ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ. അപ്പോൾ ഇത് ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? നമുക്ക് കിട്ടുന്നത് ഒരു ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്താൽ Fe2657 എന്നുള്ള രീതിയാണ്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഇൻ വോട്ട്? എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇതെന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇനി നോക്കോളെ, ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് നമ്മുടെ ഏതാണ്? Fe2657 എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് എവിടത്തേക്ക് വരും? യെസ്, നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയാണ്. ഓക്കെ, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ആ എനർജി എന്താണ്? യെസ്, നമ്മുടെ ഗാമ റേഡിയേഷൻ ആയിരിക്കും. ഓക്കെ, ഈ ഗാമ റേ എന്ത് ചെയ്യും? യെസ്, ഈ ഗാമ റേ അബ്സോർബ് ചെയ്യും? നമ്മുടെ സാമ്പിൾ അബ്സോർബ് ചെയ്യും. ഓക്കെ, നമ്മുടെ സാമ്പിൾ അബ്സോർബ് ചെയ്തിട്ട് സാമ്പിൾ എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ എനർജി ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സാമ്പിൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വേണം? ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടാവും. അത് ഈ ഒരു എനർജി ഗ്യാപ്പ് ഓവർകം ചെയ്യാൻ അത് ആര് കൊടുക്കണം? നമ്മുടെ ഗാമ റേഡിയേഷൻ കൊടുക്കണം. ഓക്കെ, അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു സിഗ്നൽ ഒബ്സേർവ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. സിഗ്നൽ ഒബ്സേർവ് ചെയ്യും. ആൻഡ് ഈ ഒരു പ്രോസസ്സിനെ ന്യൂക്ലിയർ അബ്സോർപ്ഷൻ റെസണൻസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ന്യൂക്ലിയർ അബ്സോർപ്ഷൻ റെസണൻസ് എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മേ ബി ഞാൻ ഇതൊന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി. ഓക്കെ, സോറി, സാമ്പിൾ
ഓക്കെ, സോറി ഫോർ ദിസ്, സാമ്പിൾ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, സാമ്പിൾ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ആദ്യം ഞാനൊരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ എടുത്തിരിക്കുന്നു. അതൊരു ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അയേണിലേക്ക് കൺവേർട്ട് ആകുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതെന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് എനർജി റിലീസ് ചെയ്യും. അതാണ് നമ്മുടെ ഗാമ റേഡിയേഷൻ. ഇത് പോയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സാമ്പിളിൽ ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ സാമ്പിൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിഗ്നൽ ഒബ്സർവ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ അബ്സോർപ്ഷൻ റെസൊണൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയൊക്കെയാണല്ലോ. യെസ്. അപ്പോൾ ഇതിവിടെ തീർന്നിട്ടില്ല. ഇനിയാണ് നമ്മൾ മോസബെയർ എഫക്റ്റ്, റീകോയിലിംഗ് എനർജി. മോസബെയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാവേണ്ട ഒരു കാര്യമാണ് എന്ത്, റീകോയിലിംഗ് എനർജി. ഇതെന്താ സംഭവം? അതായത് ലെറ്റ്സ് ഞാൻ പറയുകയാണ്, ഇതാണ് നമ്മുടെ എഫിയുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം അയേണിൻ്റെത്. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് വരുന്നു, നമുക്കൊരു ഗാമ റേഡിയേഷൻ വരുന്നു. ഓക്കെ, ദിസ് ഈസ് അവർ സാമ്പിൾ. ഓക്കെ, ദിസ് ഈസ് അവർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് മൈ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ഗാമ റേഡിയേഷൻ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇയാൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ലെറ്റ്സ് സേ ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗ്നൽ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് 20 ജൂൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു, 20 ജൂൾ കൊടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഐഡിയലി എന്തായിരിക്കും, ഐഡിയലി നമ്മൾ എന്ത് ചെയ്യണം, സിഗ്നൽ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം അല്ലേ. കാരണം എനർജി കിട്ടിക്കഴിഞ്ഞു അല്ലേ, 20 കൊടുത്തു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് നമ്മൾ സിഗ്നൽ ഒബ്സർവ് ചെയ്യണം. ലെറ്റ്സ് സേ ഞാൻ കുറച്ചും കൂടെ കൂട്ടി 21 ജൂളാക്കി, എന്നിട്ടും സിഗ്നൽ ഒബ്സർവ് ചെയ്യുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഈ കാരണമാണ് മക്കളെ റീകോയിലിംഗ് എനർജി. ഓക്കെ, ബിക്കോസ് ഓഫ് റീകോയിലിംഗ് എനർജി എന്തായിരിക്കും, the signal is not observed. The signal is not observed. ഓക്കെ, സംഭവം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ലെറ്റ്സ് സേ ഒരാളെ വെടിവെക്കുന്നു. ഓക്കെ, സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഗൺ ഷോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഗൺ എന്ത് ചെയ്യും, കുറച്ചൊന്ന് പുറകോട്ട് വരത്തില്ലേ അല്ലേ, കുറച്ചൊരു എനർജി എന്ത് ചെയ്യും, പുറകോട്ട് വരും. അതേപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യും, ഈ സാമ്പിൾ എന്ത് ചെയ്യും, കുറച്ചൊന്ന് താഴോട്ടേക്ക് വരും. എനർജി ലെവൽ എന്ത് ചെയ്യും, കുറച്ചൊന്ന് താഴെ. ലെറ്റ്സ് സേ ഇത് എന്താകാം, 2 ജൂൾ ആകാം, 3 ജൂൾ ആകാം, അങ്ങനെയൊക്കെ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീകോയിലിംഗ് എനർജി എന്ന് നമ്മൾ സിംപ്ലി വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ റീകോയിലിംഗ് എനർജിയെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസബെയർ ഒരു കാര്യം സജസ്റ്റ് ചെയ്തു. അതായത് മോസബെയർ സജസ്റ്റഡ് ദാറ്റ് to minimize recoil energy. To minimize what? Recoil energy. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇത്ര മാത്രം ഉള്ളത്, റിക്കോയിൽ എനർജി. പുട്ട് ദ സാമ്പിൾ ഇൻ ലിക്വിഡ് നൈട്രജൻ ഓർ ലിക്വിഡ് അമോണിയ. ഓക്കെ, അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. ഇതാണ് മോസബെയർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൂടെ കിട്ടുകയുണ്ടായി. ഓക്കെ, ആൻഡ് ഇത് തന്നെയാണ് ഇപ്പോൾ ലെറ്റ്സ് ഞാൻ പറയുകയാണ്, ഗാമ അബ്സോർപ്ഷൻ ബൈ ന്യൂക്ലിയൈ വിതൗട്ട് എനി ലോസ് ഓഫ് എനർജി, ഡ്യൂ ടു റീകോയിലിംഗ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോസബെയർ എഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ഇത്ര കാര്യമേ ഉള്ളൂ നമ്മുടെ റീകോയിൽ എനർജി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ, ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഗാമ റേഡിയേഷൻ വരുന്നു. ഓക്കെ, ആൻഡ് വി ഹാവ് വാട്ട്, യെസ്, നമ്മുടെ സാമ്പിൾ. ദിസ് ഈസ് യുവർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് യുവർ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു, സിഗ്നൽ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, സിഗ്നൽ ഒബ്സർവ് ചെയ്യുന്നു ആൻഡ് ദർ ഈസ് സം വാട്ട്, യെസ്, റീകോയിലിംഗ് എനർജി. ഈ റീകോയിലിംഗ് എനർജി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിളിനെ ലിക്വിഡ് നൈട്രജനിലും അതേപോലെ ലിക്വിഡ് ഹീലിയത്തിലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഓക്കെ, ഇവിടെയുള്ളത് ഒരു ലെറ്റ്സ് സേ 5 ജൂളാണ് റീകോയിലിംഗ് എനർജി എങ്കിൽ, ഇവിടെ ഇപ്പോൾ ഇത് 20 ആണ് പ്ലസ് 5 25 അല്ലേ, റീകോയിലിംഗ് എനർജി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും 25 ജൂളാണ്. എന്നാൽ പിന്നെ സോഴ്സിന് ഒരു 35 ജൂൾ എടുത്താൽ പോരെ
എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് നിങ്ങൾ മേ ബി വിചാരിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് ഈ സോഴ്സിൻ്റെ എനർജി കൂട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെന്താണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വളരെ ഡെപ്തിലൊന്നും നോക്കണ്ട. നമുക്കൊരു ഇക്വേഷനിൽ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം, അത് നമുക്ക് പറയാം. ഓക്കെ, അതായത് സോഴ്സിൻ്റെ എനർജി കൂട്ടിയാൽ പോരെ, കാര്യം മനസ്സിലായോ? അതായത് ഇത് 20, നമ്മൾ കൊടുക്കുന്നത് 20 ആണെങ്കിൽ സിഗ്നൽ ഒബ്സർവ് ചെയ്യത്തില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു റീകോയിലിംഗ് എനർജി ഉണ്ട്. അത് എത്രയാണ്? 5 ജൂൾ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും സോഴ്സിൻ്റെ എനർജി 35 ആക്കിയാൽ പോരെ, എന്നാൽ പിന്നെ കൂടുതൽ എനർജി ആയല്ലോ, റീകോയിലിംഗ് സംഭവിച്ചാലും വിഷയമില്ല എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമുക്ക് എന്ത് വേണ്ടത്, ഡോപ്ലർ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ കവർ ചെയ്യാം. ആൻഡ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം, to record Mosebaer spectrum of Fe containing sample, a source X is used. X after a nuclear transformation gives what? Y. X and Y are എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കൊബാൾട്ടും ഇലക്ട്രോൺ ക്യാപ്ചർ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് മോസബെയറിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.